ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് നല്ല ബട്ടർ ഗാർലിക് ബ്രെഡും അതുപോലെ നല്ല ചീസി ക്രീമി ചിക്കനും ആണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അരക്കപ്പ് പുളിയില്ലാത്ത തൈര് എടുക്കുക. അതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ 2 ടേബിൾ സ്പൂണ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ. അതിന് പകരം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പൊടികളാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ അത് മാറ്റി വെക്കാം. പിന്നെ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് ബട്ടർ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് മസാല വേറെ ഉണ്ടാക്കാം. ഇതൊരു വലിയ സവാളയാണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും, ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ചെറിയ പീസ്, പിന്നെ ചെറിയ ജീരകം, പട്ട, കറാമ്പ്, അതൊക്കെ ചേർത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ആ ബട്ടറിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അത് വഴറ്റി നമുക്കത് ഓഫാക്കി ഒന്ന് അതിൻ്റെ ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഉള്ളിയും അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗ്രൈൻഡറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായി അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഓരോരോ ടീസ്പൂൺ ചേർത്താൽ മതി. അതൊന്ന് നമുക്ക് നന്നായി മിക്സാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് ഒറിഗാനോവും ഉപ്പും ഒക്കെ ഇട്ട് അതിനുശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാനെല്ലാം പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് പുളിയില്ലാത്ത തൈരും അതുപോലെ 2 ടീസ്പൂണ് ക്രീമുമാണ് ചേർത്തത്. അതൊന്ന് മിക്സാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. കുറച്ച് കസൂരി മെത്തിയാണ് ഇപ്പം ചേർത്തത്. അത് ഒറിഗാനോ കസൂരി മെത്തിയോ എന്താണെന്ന് നിങ്ങളെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഈ ഗ്രേവി ആക്കിയെടുക്കാം. പിന്നെ അതൊന്ന് ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുക. ചീസ് ആ ചൂടിന് തന്നെ അതൊന്ന് മെൽട്ടായിട്ട് വരും. അതൊന്ന് ചീസ് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇതുപോലെ നല്ലൊരു ഗ്രേവി റെഡിയായി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും ഒക്കെ ചേർത്ത് നന്നായി ഈ ബട്ടർ നമുക്ക് ഒന്ന് മെൽട്ടാക്കി എടുക്കുക. ഇതൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. ഇതൊക്കെ മിക്സാക്കി മെൽട്ടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വെളുത്തുള്ളി നന്നായി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മെൽട്ടാക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്കൊന്നിത് മെൽട്ടാക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബെന്നെടുക്കുക. അതിപ്പം ബർഗർ ബെന്നോ ഇതുപോലെ സമോന ഉണ്ടാക്കുന്ന ബെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ ബട്ടർ നമുക്കതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പാൻ ചൂടാക്കിയിട്ട് അതിലൊന്ന് നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുക്കാം.
അതിൻ്റെ മുകളിലും ഈ ബട്ടറിൻ്റെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ ബട്ടറും ക്രീമി ചിക്കനും റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ബട്ടർ ബന്നും അതുപോലെ ഗാർലിക് ബട്ടർ ബന്നാണല്ലോ ആ ബന്നും അതുപോലെ ഈ ചീസി ക്രീമി ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും.